നമസ്കാരം. നമുക്ക് ചില ആളുകൾക്ക് ജാതകവശാൽ വാഹന അപകടങ്ങളോ ആപത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അകാല മരണങ്ങളൊക്കെ ചിലപ്പോൾ ചിലവരുടെ ജാതകത്തിലോ ചിലവരുടെ പ്രശ്നവശാലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു പേടിയോ ഭയോ തോന്നുന്നുണ്ടെങ്കിൽ ആപുദ്ധാരണ യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, ആപുദ്ധാരണ യന്ത്രമുണ്ട്, ആയുഷ് ഹോമമുണ്ട്. ആപുദ്ധാരണ യന്ത്രം ധരിച്ചാൽ അതൊരു ശൈവ യന്ത്രമാണ്. ഈ ശൈവ യന്ത്രമായിട്ടുള്ള ആപുദ്ധാരണ യന്ത്രം നിങ്ങൾ വിധിയാവണ്ണം എഴുതി ധരിക്കുകയാണെങ്കിൽ അകാല മരണമോ അതുപോലെ തന്നെ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ന് തോന്നലുള്ളവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറുന്നതാണ്. സമ്പൂർണ്ണമായിട്ടുള്ള ആപത്തുകളൊക്കെ ഒഴിയാനും അവയൊക്കെ നശിപ്പിക്കാനും പറ്റുന്നൊരു യന്ത്രമാണ് ആപദ്ധാരണ യന്ത്രം. ആപദ്ധാരണ യന്ത്രം എഴുതാനായിട്ട് അറിയുന്ന കർമ്മികളെ കൊണ്ട് മാത്രം വിധിയാവണ്ണം അത് എഴുതി പൂജിച്ച് ധരിക്കേണ്ടതാണ്. ശൈവക്ഷേത്രത്തിൽ വെച്ച് ഭഗവാന്റെ അടുത്ത് പാദങ്ങളിൽ വെച്ച് 21 ദിവസം 11 ദിവസം കണക്ക് പ്രകാരം 11, 21 ദിവസങ്ങളൊക്കെ വെച്ച് പൂജിച്ചതിന് ശേഷം മാത്രം എഴുതി ധരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അകാല മരണങ്ങളോ ആപത്തുകളോ വാഹന അപകടങ്ങളോ ഒന്നും തന്നെ ഭവിക്കുന്നതല്ല.